ഹലോ, എന്താ ഇവിടെ? പിന്നെ എവിടെ പോണം? ഫോണിൽ വിളിച്ചാലൊന്ന് തിരിച്ചു വിളിക്കുന്ന ഏർപ്പാട് സാറിനില്ലല്ലോ. ഒരുപാട് തിരക്കായിരുന്നു, വിട്ടുപോയി. മറ്റേ ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യമല്ലേ, അതെനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോന്നറിയാനല്ല ഞാൻ വന്നത്, കാശ് മേടിക്കാനാ. നാള് കുറേ ആയി ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്നു. എനിക്ക് എന്റെ കാശ് കിട്ടണം ഇപ്പോ. ഇതിപ്പോ ഇങ്ങനെ ഓഫീസിൽ ഒന്ന് ബഹളം വെക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. കാശ് ഞാൻ 2 ദിവസം കടയിലെത്തിക്കാം. ഒറ്റ ദിവസം പോലും തരത്തില്ല. കഴിഞ്ഞ 10-25 ദിവസമായി താൻ എന്നിട്ട് പൊട്ടം കളിപ്പിക്കുക. ഞാനേ ധർമ്മസ്ഥാപനം ഒന്നും നടത്തുന്നില്ല. തനിക്ക് പറ്റിയല്ലേ പറ. ഇതിനൊരു മുതലാളി ഉണ്ടല്ലോ, ഞാൻ അയാളോട് മേടിച്ചോളാം. നോക്ക്, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തെങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ വന്നിങ്ങനെ ഒച്ച വയ്ക്കുന്ന മോശമാണ്. കാശ് തരാതെ മുങ്ങി നടക്കുന്ന താൻ മോശക്കാരനല്ല. അതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനിവിടെ വന്നത് കാശ് മേടിക്കാനാണെങ്കിലേ അതും കൊണ്ടേ ഞാൻ പോവും. ഞാനേ ഈ പണി തുടങ്ങിയിട്ട് കൊല്ലം 7-8ആയി. എന്നെ കളിപ്പിക്കാൻ ഞാൻ ഒരുത്തനെ അനുഭവിച്ചിട്ടില്ല. ഒരു പൈസ കുറയാതെ തിരിച്ചു മേടിക്കാനും എനിക്കറിയാം. അതിന് പണ്ടം വിറ്റിട്ടായാലും ശരി, വീട് വിറ്റിട്ടായാലും ശരി, വീട്ടുകാരെ വിറ്റിട്ടായാലും ശരി. എടാ, ഓഫീസിലാണ് തല്ലും ബഹളമൊക്കെ. നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഒരു ചായ താ. ഇപ്പൊ തരാം, വെച്ചിട്ടുണ്ട്. അപ്പച്ചൻ വന്നിരുന്നു ഓഫീസില്. ചിലപ്പോഴാണെങ്കി കയറൊന്ന് പറഞ്ഞിരുന്നതാ. എന്താ ജോണി? എന്തു പറ്റി? ഇന്ന് ഞാനൊരാളെ അടിച്ചു. ആ ഫർണിച്ചർ കടയുടെ ഓണർ പൈസ ചോദിച്ച് ഓഫീസിൽ വന്നിരുന്നു. അയാൾ ഒരുപാട് ബഹളം വെച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ, അതും വെറും പൈസയുടെ പേരും പറഞ്ഞ് ഒരു കാര്യമില്ലാതെ. സമാധാനിപ്പിച്ച് വിടേണ്ടതിന് പകരം ഞാൻ പോകുമ്പോൾ അയാളുടെ ചുണ്ടും മുറിഞ്ഞിരുന്നു. സാരില്ല, നമുക്ക് അയാളുടെ വീട്ടിൽ പോയി മാപ്പ് പറയാം. എനിക്ക് ആദ്യം മാപ്പ് പറയേണ്ടത് അപ്പച്ചനോടാ. ഞാനൊരാളെ വേദനിപ്പിച്ചെന്ന് കേട്ടാ അപ്പച്ചന് സഹിക്കാൻ പറ്റിയല്ല. പക്ഷെ എനിക്കത് പറയണം. എന്നെ അപ്പച്ചൻ വഴക്ക് പറഞ്ഞാലും വേണ്ടില്ല, എനിക്കത് പറയണം. അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയല്ല. എല്ലാം എൻ്റെ കുറ്റ. കയ്യിൽ ഒതുങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. മോഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ മോഹിച്ചു. രണ്ടു മാസം കൂടെ കഴിഞ്ഞാൽ ജപ്തിയാ. വീട് ലേലം ചെയ്ത് കഴിഞ്ഞ് എന്നതേലും കിട്ടും. അത് ജോണിക്കുട്ടിക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല അച്ചോ, അവൻ അവിടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാ അവന് കൊടുക്കാൻ 25,000 രൂപ പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചത്. അതുകൊണ്ട് തികയല്ല. എന്നാലും തൽക്കാലം കൊടുക്കാനുള്ളവരെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്താമല്ലോ. ഞാനൊരാളോട് പറഞ്ഞിട്ടുണ്ട്, അയാൾ കാശിപ്പോടെ കൊണ്ട് തരും. ഓ, പണിക്കരോട് ചോദിക്കാം. പക്ഷേ ഇത്രയും വലിയ തുകയായതുകൊണ്ട് ശ്രീകുമാർ അത് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ നോക്കുകയില്ല. ആ, അതിപ്പോ എന്നോട് ചോദിച്ചാൽ അപകടമൊന്നും സംഭവിക്കത്തില്ലല്ലോ. അതില്ല. പിന്നെന്നാ, കഴിഞ്ഞ ആഴ്ചയാണെ വേറെ ആരോടും ചോദിക്കാതെ ഞാൻ പണം തരുമായിരുന്നു. റബ്ബർ വിറ്റ കാശുണ്ടായിരുന്നു. അതാ പെരുന്നാളിന്റെ നാടക പാർട്ടിക്ക് അഡ്വാൻസ് കൊടുത്തു. ഏതായാലും ഇത്തവണത്തെ നാടക ഉഗ്രന. പള്ളിമണികളെ മുഴങ്ങിയാലും ടൈറ്റിൽ ഉഗ്രനല്ലേ. നമ്മുടെ ധൂർത്തപുത്രന്റെ കഥ സിംബോളിക്കായിട്ട് അവതരിപ്പിക്കാന്നാ കേട്ടെ. കാലക്കും അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതെന്ത് പറ്റി? ഒരു മാറ്റം ഉണ്ടല്ലോ. ആ, താൻ അറിഞ്ഞില്ലേ? തോമാച്ചൻ ധ്യാനത്തിന് പോയി പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ച് ആളങ്ങ് തെളിഞ്ഞു. അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എനിക്ക്. അതന്നെ, താനായിരുന്നോ ധ്യാനഗുരു? അതല്ല, എന്റെ ലാഭമില്ലാത്ത ഉപദേശത്തിന്റെ ഫലമായിട്ടല്ലേ ഇങ്ങനെ പോവാന്ന് വെച്ചത്. ഫസ്റ്റ് ഉപദേശി.
ഇങ്ങേര് താണ്ട ദൈവകൃപ പ്രാപിച്ചു വന്നു. ഇനി താനൊന്ന് നേരെയാകാൻ നോക്ക്. ചുമ്മാ ഇങ്ങേരുടെ കൂടെ വേലാകോലയായിട്ട് നടക്കാതെ സ്വന്തമായിട്ടൊരു വേലയും കൂലിയൊക്കെ വേണ്ടേ? അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. മത്തായിച്ചനോട് ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ തിരുമുറിവുകൾ ഓർത്ത് അതെല്ലാം എന്നോട് ക്ഷമിക്കണം. അയ്യോ, അതിന് ഞാൻ ഒന്നും മനസ്സ് വെച്ചിട്ടില്ലല്ലോ തോമാച്ച. എന്നാലും എല്ലാം എന്റെ മനസ്സിലുണ്ട്. മഹറോൻ ചൊല്ലിക്കെന്ന് പറഞ്ഞതും വഴിയിൽ തടഞ്ഞു നിർത്തി കളിയാക്കിയതും വേദപാഠത്തിന്റെ ഹെഡ്മാസ്റ്റർ സ്ഥാനത്ത് മാറ്റിയതും ഒക്കെ അതൊക്കെ വലിയ വലിയ തെറ്റുകളാ. അതിനുള്ള ആദ്യത്തെ പ്രായച്ചിത്വം ഇത്. ദേ, എന്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടി മത്തായിച്ചന് ഇത് വാങ്ങണം. അല്ല, തോമാച്ചന് ബുദ്ധിമുട്ടാവുമെങ്കിൽ ഞാൻ വേറെ എവിടെന്നെങ്കിലും. ഏയ്, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വേറെ ഒരിടത്തൊന്നും വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. കാശ് ഇന്ന് വരും, നാളെ പോവും. ലൗകിക തൃഷ്ണ മനുഷ്യനെ ഭ്രാന്തനാക്കുന്നു. ആത്മാവിന്റെ രക്ഷയാണ് പ്രധാനം. എത്രയും പെട്ടെന്ന് ഞാൻ ഇത് തിരിച്ചു തരാം. വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് അച്ഛനോട് ഞാൻ. അയ്യോ, മത്തായിച്ചൻ തിരിച്ചു തരണമെന്ന് പോലുമില്ല. ഇനിയിപ്പോ തരണമെന്ന് നിർബന്ധമാണെങ്കിൽ തന്നെ ഒരു മാസത്തിനപ്പുറം തന്നാ മതി. എന്നെ കൊണ്ട് മത്തായിച്ചന് ഇത് തരിയിച്ചതും ദൈവമല്ലേ? അപ്പൊ എല്ലാം ദൈവനിശ്ചയ. ആ, നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളല്ലേ, അല്ലേ അച്ചോ? ആ പിന്നെ അച്ചോ, ഇത്തവണത്തെ പെരുന്നാൾ നമുക്ക് കലക്കണം. ആ വെടിക്കാരൻ പഞ്ചവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കതിനാന്ന് വെച്ചാൽ അങ്ങേരുടെ കതിന. ഇവിടെ പൊട്ടിച്ചാൽ അങ്ങ് പുലിക്കുട്ടിശ്ശേരി വരെ കേൾക്കും. സാധനയൊക്കെ കൊള്ളാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പള്ളിമുറ്റത്ത് കിടന്ന് കള്ളും കുടിച്ച് ഡാൻസ് കളിച്ചാലേ എന്റെ സ്വഭാവം മാറും. അയ്യോ, ഞാനതൊക്കെ എന്നേ മറന്നു. പണ്ടെങ്ങാണ്ട് ബെറ്റ് വെച്ചപ്പം ഏതാണ്ടൊക്കെ ചെയ്തെന്നല്ലാതെ. ദേ, ഇയാളോട് പറ, ധ്യാനത്തിന് പോകേണ്ട ആവശ്യകതയെ പറ്റി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതൊക്കെ മനസ്സിൽ തോന്നേണ്ട കാര്യങ്ങളാ. ആ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് മത്തായിച്ചനെ വീണ്ടും വേദപാഠത്തിന്റെ ഹെഡ്മാസ്റ്റർ ആക്കണം. ആ, അതൊരു നല്ല കാര്യമാണ്. അല്ല, അതിപ്പോ ഞാൻ ഹെഡ്മാസ്റ്ററായിട്ട് കയറിയതല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഞാനങ്ങ് മാറിയ ഇടവക്കാർ ഓർക്കും എനിക്ക് എവിടെ കുഴപ്പമുണ്ടെന്ന്. ഒരു 2 മാസം നിന്നിട്ട് ഒരു വോളണ്ടിയർ റിട്ടയർമെന്റ് പോലെ ഞാനങ്ങ് മാറിയാ പോരെ? അതൊന്നും നടക്കേല. ഹെഡ്മാസ്റ്റർ ആകാനുള്ള എന്നാ യോഗ്യതയാടോ തനിക്കുള്ളത്? ലാലമ്പള്ളിയിൽ അച്ഛനെ തന്റെ കുമ്പസാരം കേട്ട് കഴിഞ്ഞിട്ട് BP കൂടിയ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൂപ്പൻ ഷെവലിയർ ആയിരുന്നു എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അതൊക്കെ ഈ കാലത്ത് ആർക്കും ആവാം. മത്തായിച്ചൻ ഹെഡ്മാസ്റ്ററായി കാണണമെന്നുള്ളതാ എന്റെ ജീവിത അഭിലാഷം. വർക്കിച്ചത് തന്നെ ഹെഡ്മാസ്റ്റർ ആയാൽ മതി. പക്ഷെ അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ് എടുക്കാൻ മത്തായി സാറും കാണും. എന്താ? അത് മതി. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങാം. കടയിലാണേൽ ആരുമില്ല. ശരി. ആ മത്തായിച്ച, നമ്മൾ ഇനി ഒന്നാന്നേ. ഓ, അച്ചോ, എങ്ങനെ ഇതുപോലൊരു മാറ്റം ഇയാൾക്കുണ്ടായത്? പഴയ തോമാച്ചനെ അല്ലല്ലോ. ഇതൊന്നും ഒരു മാറ്റമല്ലെന്നേ. ഒരു 2 മാസം കഴിഞ്ഞാൽ പണ്ടത്തതിന്റെ പിന്നത്തതാകും. ഈ കാണുന്നത് ഭക്തിയൊന്നുമല്ല, വെറും ആവേശ. ഇതൊന്ന് കെട്ടടങ്ങിയാ ഇയാൾ പഴയ ജുബ്ബ പൊടി തട്ടിയെടുക്കും. ലിസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. വിനി ജയിച്ചോ? ആ, ജയിച്ചു. ആ നിന്റെയാ? രക്ഷപ്പെട്ടിട്ട് മോളെ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. നിന്റെ നമ്പർ എത്രയാ? 384140. മായി ഫസ്റ്റ് ക്ലാസ്സിലല്ലോ. ശരിക്കും നോക്ക്, നിനക്കില്ലാതെ വരത്തില്ലല്ലോ. ഇല്ല, ക്ലാസ് ഇല്ല. ഒരിടത്തും എന്റെ നമ്പർ ഇല്ലല്ലോ മായേ. എത്രയാ നിന്റെ നമ്പർ എന്ന് പറഞ്ഞ? 384140. എങ്ങനെയെങ്കിലും അറിയാതെ മിസ്സായതായിരിക്കും. അങ്ങനെ എങ്ങനെ മിസ്സാവുന്ന? ഇന്ദുവിന്റെ നമ്പർ ഇല്ല, ഒന്ന് അന്വേഷിക്കണമല്ലോ. ഓ മൈ ഗോഡ്. ഇന്ദു വിഷമിക്കാതെ, നമുക്ക് റിവാലുവേഷന് കൊടുക്കാം. താൻ പരീക്ഷ നന്നായിട്ട് തന്നെയല്ലേ എഴുതിയിരിക്കുന്നേ? ഇന്ദു തോറ്റെടുത്താണോ നമുക്കൊക്കെ സെക്കൻഡ് ക്ലാസ് കിട്ടിയത്? അല്ലേലും കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ തോറ്റാലെന്താ ജയിച്ചാലെന്താ? ഛേ, അങ്ങനൊന്നും പറയല്ലോടൂ. വലിയ മാർക്ക് കിട്ടുന്നതിന്റെ ജാടയുണ്ട് അവൾക്ക്. അതൊന്ന് കുറയട്ടെ. എന്താ ജോണി? എൻഗേജ്ഡാ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ജീവൻ പറഞ്ഞ പ്രശ്നമൊന്നുമല്ലോ. ജോണിയുടെ യൂണിവേഴ്സിറ്റിയിലെ ഫ്രണ്ട് ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നേ? പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ഏതോ സെക്ഷനില്ല. അവനോട് ചോദിച്ചാൽ കറക്റ്റ് വിവരം അറിയാം. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. കിട്ടുന്നില്ല. ട്രൈ ചെയ്തോണ്ടിരുന്നാലേ കിട്ടത്തുള്ളൂ. ഏതെങ്കിലും കൺഫ്യൂഷൻ നമ്പർ മിസ്സായതായിരിക്കും. അവിടെ കോളേജിൽ ഓരോരുത്തർ പറയുന്നത് തോറ്റാൽ അങ്ങനെ സംഭവിക്കുന്ന. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ
അയ്യോ അങ്ങനെയാണെന്നല്ല, നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ ചില കാര്യങ്ങൾ സംഭവിക്കുമല്ലോ. പേപ്പർ മിസ്സായി പോവുകയോ മാർക്ക് ഇടുന്ന ഒരു വിവരമില്ലാത്തവരാവുകയൊക്കെ ചെയ്താൽ ജോണി പ്ലീസ്, തോറ്റു പോകുന്ന ഒരു അവസ്ഥയെപ്പറ്റി എനിക്ക് ചിന്തിക്കാനേ വയ്യ. അതൊരു നല്ല ആറ്റിറ്റ്യൂഡാണോടോ? ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ജയിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. ഈ പരീക്ഷയ്ക്ക് ഞാൻ എത്ര എഫേർട്ട് എടുത്തെന്ന് ജോണിക്കറിയാലോ. റിസൾട്ട് വന്നാലുടൻ ജോലി ഉറപ്പാക്കി തരാന്നാ പ്രിൻസിപ്പൽ പറഞ്ഞേ. ഇറങ്ങിയുന്നുണ്ട്. ഹലോ, എക്സ്റ്റൻഷൻ 336 പ്ലീസ്. പ്ലീസ് രാധാകൃഷ്ണൻ ഒന്ന് കിട്ടുമോ? രാധാകൃഷ്ണ, ജോണിയാ, വീട്ടിൽ നിന്ന് തന്നെയാ. അയ്യോ അറിഞ്ഞോണ്ട് പറയാതിരുന്നൊന്നുമല്ല, അങ്ങനൊരു സാഹചര്യം വന്നുപോയതുകൊണ്ടാ. അത് പിന്നെ ഞാൻ വിളിച്ചതേ, ഇന്ന് വന്ന MCയുടെ റിസൾട്ട് ഉണ്ടല്ലോ. എന്റെ വൈഫും ആ പരീക്ഷ എഴുതിയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോ നമ്പറില്ല. നമ്പറില്ലെന്ന് പറയുമ്പോ പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? പിന്നെ നന്നായിട്ട് എഴുതിയിരുന്നു, ഉറപ്പ്. ആ നമ്പർ തന്നെ ജോണി, 384140. എന്താ ജോണി? അവൻ നോക്കാൻ പോയിരിക്കാ, ഇപ്പൊ പറയാന്ന്. ഹലോ, ഷുവറാ? പറഞ്ഞേക്കാം. താങ്ക് യു രാധാകൃഷ്ണ. എന്താ ജോണി? നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറ. ഞാൻ ബോധം കെട്ട് വീഴാനൊന്നും പോകുന്നില്ല. ഉറപ്പാണോ? എന്ത് ബോധം കെട്ട് വീഴില്ലെന്ന്? തേർഡ് റാങ്ക് ആണെന്ന് കേട്ടാലും ബോധം കെട്ട് വീഴത്തില്ലല്ലോ. എന്നാ മോള് കേട്ടോ, ക്ലാസ്സിൽ ഫസ്റ്റ്, യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക്. എനിക്കറിയായിരുന്നു, ഞാൻ നേർന്നതാ. സുബ്രഹ്മണ്യ സ്വാമിക്ക് കളഭാഭിഷേകം. എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ. നമുക്ക് പോവാം. അമ്മയെ കാണണം, കാണാം. അപ്പയെ കാണണം, പോവാം. എന്റെ ഉണ്ണിയെ കാണണം. എന്റെ കടവുളെ, അപ്പ എന്നോട് പറഞ്ഞതാ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന്. അപ്പയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും അറിയോ? എന്റെ ഉണ്ണി പാവം, അവനിപ്പോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമുക്ക് പോവാം. ഈശ്വര. എന്താ? എനിക്ക് മനസ്സിലാവും, സാരമില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, താൻ പോയിട്ടോ. പോയിട്ട് വന്നേ, ഞാൻ ഇവിടെ നിൽക്കാം. உன்னி அக்கா, அம்மா அப்பா எங்க உள்ள இருக்கார். ஒரு சந்தோஷ வார்த்தை சொல்லணும். அப்பா கிட்ட மாத்திரம் இல்ல, நீங்க எல்லார்த்தையும் சொல்லணும். முதல்ல அப்பா கிட்ட. அப்பா ஒரு சந்தோஷ வார்த்தை சொல்லணும். அப்பா 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 கதை தோறப்பா. அப்பா அப்பா கதை தோறப்பா. அப்பா அப்பாவோட எந்தூத்தா கதை தோறப்பா. அப்பா കഥ തുറപ്പാ. അപ്പാവുക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിരിക്കെ. ഇതുവരെ ഞാൻ തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പെരിയ സമ്മാനം. എന്നോട് സമ്മാനം എന്തെന്ന് തെരിയ വേണ്ടാമ അപ്പ. അപ്പാവിടെ എന്തൊക്കെ ഫസ്റ്റ് റാങ്ക് കിടച്ചിருக்கு. അപ്പാവിടെ എന്തോ ക്ലാസ്സിൽ ഫസ്റ്റ് ആക്കും. അപ്പാവിടെ അമ്മാവിടെ അനുഗ്രഹം കൊണ്ടുതാ. കഥ തുറപ്പാ. அப்பா, இந்த சம்மானம் வேற யாருக்கும் கொடுக்க முடியாது. இது அப்பாவுக்கும் அம்மாவுக்கும் உள்ளதா. இஷ்டப்பட்டனாவது சொல்லப்பா. அட்லீஸ்ட் சந்தோஷம் ஆச்சுன்னு சொல்லப்பா. அப்பா கதை துறப்பா. பார்வதி, அவள் போனா என்கிட்ட சொல்லணும். அப்பதான் நான் வெளியில வருவேன். ആരെവിടെ? വാ ഇങ്ങോട്ട് വാ. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്ക്.
എന്റെ വളർത്തുപുത്രിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നോം തീരുമാനിച്ചു കഴിഞ്ഞു. സാർ ഇത് നോമെന്നല്ല നാമെന്നാ പറയുന്നേ. നാമല്ല നോമ. ഇത് പുരാണ നാടക, പഴയ കാലമാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് താനങ്ങ് ചെയ്താൽ മതി. എന്റെ വളർത്തുപുത്രിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെയല്ല, ഓഡിയൻസ് അവിടെയാ. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. സ്നാപക യോഹന്നാന്റെ തലവെട്ടി ഒരു പ്ലേറ്റിലാക്കി കൊണ്ടുവരുവാൻ നാം ഉത്തരവിടുന്നു. നിർത്തന്റെ തോമാച്ച, ഇതാരാ ഈ നാടകം എഴുതിയേ? ഞാൻ തന്നെയാണച്ചോ. മണർകാട് പള്ളിയിൽ പോയി 25 മെഴുകുതിരിയും കത്തിച്ചു വെച്ചിട്ട് എഴുതിയതാ. എടോ, തല വെട്ടി പ്ലേറ്റിലെന്നല്ല, തളികയിലെന്നാ പറയണ്ടേ? രണ്ടും ഒന്ന് തന്നെയല്ലേ അച്ചോ? എന്ന് പറഞ്ഞാൽ മലയാളത്തിനിടയിൽ ഇംഗ്ലീഷ് തിരികെ കയറ്റിയാൽ എങ്ങനെയാ? ഓ, ഇപ്പോഴത്തെ കാലത്ത് ഒരു വാചകം പറഞ്ഞാ അതിനിടയിൽ ഒരു ഇംഗ്ലീഷ് വാചകം ഉറപ്പാച്ചോ. നമ്മൾ കാലത്തിനൊപ്പിച്ച് നീങ്ങണ്ടായോ? എല്ലാവർക്കും മനസ്സിലാവണ്ടേ അച്ചോ? അച്ഛൻ നോക്കിക്കോ, ഈ നാടകം പെരുന്നാളിന്റെ ശോഭ കൂട്ടും. വേറെ ഏത് ഇടവകയിലാണച്ചോ പെരുന്നാളിന് പിള്ളേരെയും വെച്ചോണ്ട് തന്നെ നാടകം ഉണ്ടാക്കുന്നേ? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. വേറൊരിടത്തും ഇല്ലാത്ത ഈ ഏർപ്പാട് നമുക്ക് മാത്രം വേണോ? ഏതായാലും ഒരു പ്രൊഫഷണൽ നാടകമുണ്ട്, അതിനിടയിൽ ഇങ്ങനെയൊരു സാഹസം എന്തിനാ? അച്ഛൻ നോക്കിക്കോ, ഇതൂടെ കഴിഞ്ഞാ പിന്നെ രൂപതയെ നമ്മുടെ പള്ളിയുടെ പേരങ്ങ് പൊങ്ങും, ഉറപ്പാ. വർക്കിച്ച, നോട്ടീസിൽ അടിക്കേണ്ടത് എന്നാണെന്ന് അറിയാലോ? നാടകത്തിന്റെ പേര് കുറിഞ്ഞിപ്പൂക്കൾ, രചനാ സംവിധാനം തോമാച്ചൻ കടപ്പളാമറ്റം. അത് മാത്രം വലിയ അക്ഷരത്തിൽ അടിക്കണം. സഹസംവിധാനം വർക്കി എന്നൂടെ അടിക്കണം. എല്ലാം കൂടി അടിക്കാൻ തുടങ്ങിയാലേ ഇത് മാത്രമേ നോട്ടീസിൽ കാണൂ. നിങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്യുക, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. നമ്മൾ എവിടെയാ നിർത്തിയേ? എന്റെ വളർത്തുപുത്രിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. നാമല്ല, നോം. എന്റെ വളർത്തുപുത്രിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ നോം തീരുമാനിച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാന്റെ തലവെട്ടി ഒരു പ്ലേറ്റിലാക്കി കൊണ്ടുവരുവാൻ നാം ഉത്തരവിടുന്നു. ഞാൻ അച്ഛനെ നോക്കി വരികയായിരുന്നു. എന്താടോ? ആ പന്തലുകാര് പറഞ്ഞതിന്ന് ഒരു 500 രൂപ കുറയ്ക്കാന്ന് പറഞ്ഞു. പറഞ്ഞു വന്നപ്പം അത് കെട്ടാൻ വന്നതിൽ ഒരാളെ ഞാൻ പഠിപ്പിച്ചതാ. ആ വൈറ്റ് വാഷുകാരുടെ കാര്യം എങ്ങനെ? അവരിന്ന് വൈകുന്നേരം വരും. കൂലിയും കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് ഉറപ്പിക്കാന്നാ പറഞ്ഞു. പെരുന്നാളിന്റെ അന്ന് ജോണിക്കുട്ടി ഇന്ദു ഒക്കെ എങ്ങനെ എത്തിയല്ലേ? നല്ല ചോദ്യം. ഇപ്പൊ തന്നെ അവൻ കമ്പനി ലീവ് പറഞ്ഞു വെച്ചേക്കുക. ഇന്ദു ആണ് ഈ ആഴ്ച ഒരിടത്ത് ജോലിക്ക് കയറും. അവളുടെ റാങ്കും ജോലിയും എല്ലാം കൂടെ ഒരു ആഘോഷം പെരുന്നാളിനായിക്കോട്ടെ എന്ന് വിചാരിക്കുവാ ഞാൻ. അത് കൊള്ളാം. ഒരു വിഷമേ ഉള്ളൂ, ഇത്തവണത്തെ പെരുന്നാളിന് പണിക്കൊരു കാണുകയല്ല. അതിനു മുമ്പ് ശ്രീകുമാറിൻ്റെ കൂടെ അയാൾ അമേരിക്കയ്ക്ക് പോകും. പാവം, എത്ര നാളത്തെ കാത്തിരിപ്പായിരുന്നു. ഓരോരുത്തരായിട്ട് പോവുക. കഴിഞ്ഞ 32 കൊല്ലത്തിനിടെ സാറാമ്മ കൂടെ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ്. പെരുന്നാൾ അടുത്ത് വരുന്തോറും അവളെപ്പറ്റിയുള്ള ഓർമ്മകൾ കൂടിക്കൂടി വരിക. ഇനിയിപ്പോൾ പിള്ളേരില്ലേ കൂട്ടത്തിൽ നിന്ന് ആഘോഷിക്കാൻ? കുറേ കഴിയുമ്പോൾ അവർക്ക് പിള്ളേരാകും. അപ്പം ബഹളവും ഒച്ചേനക്കും കൂടും. ഒരിക്കലും ഒറ്റയ്ക്കൊന്നും ആയി പോകത്തില്ലടോ. താമ്പാ. ഓക്കെ ഓക്കെ, ബോസ് വന്നാൽ ഉടൻ തന്നെ മാറ്റർ ഫാക്സ് ചെയ്തേക്കാം. മാനേജിംഗ് ഡയറക്ടർ. എക്സ്ക്യൂസ് മീ സർ. Oh yeah, please wait. Okay. Yeah.